വാ 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 പതുക്കെ വാ നടക്ക പതുക്കെ അച്ഛനെ കാണണ്ടേ ദേ അച്ഛനെ നോക്കി അച്ഛന്റെ സുന്ദര കുട്ടികളെ വാ. എത്ര ദിവസമായി അച്ഛൻ മക്കളെ കണ്ടിട്ട്. എന്തായാലും മക്കൾ ഇങ്ങോട്ടേക്ക് വന്ന ശേഷം ഒന്ന് നന്നായിട്ടുണ്ട് ബാനുമ്മേ. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന്റെയും പരിചരണത്തിന്റെയും ഗുണം അത്. ഞാനേ മക്കൾക്ക് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട്. മക്കള് വാ, വണ്ടിയിലിരിപ്പുണ്ട്, അച്ഛൻ എടുത്ത് തരാലോ. വാ, ചോക്ലേറ്റ് കഴിക്കാം കേട്ടോ. അയ്യോ വെയിൽ കൊള്ളുന്നുണ്ടോ മോക്ക്? ചോക്ലേറ്റ് എടുത്ത് തരാം കേട്ടോ. വാ, അവിടെ ഇരിക്കുക കേട്ടോ. മോളെ ഈ ചോക്ലേറ്റ് കഴി. അച്ഛനെ ആർച്ചമോളെയും കൂടി മോളെടുത്ത് കൊണ്ടു നിർത്താം കേട്ടോ. വാ ആർച്ചമോള് വാ. മോക്ക് വണ്ടിയിലൊക്കെ ഇരിക്കാൻ വലിയ ഇഷ്ടമല്ലേ? നമുക്കേ ചോക്ലേറ്റ് കഴിക്കുന്നവരെ വണ്ടിക്കകത്തിരിക്കാം കേട്ടോ. വാ ഇവിടെ ഇരുന്നോ. മോക്കുണ്ട് ചോക്ലേറ്റ്. ബാനുമക്ക് വേണോ ചോക്ലേറ്റ്? ഓ എനിക്ക് അതൊന്നും വേണ്ട വിനയ. നീ കുട്ടികൾക്ക് അത് കൊടുത്തിട്ടേ അവരെ വേഗം ഇങ്ങോട്ട് ഇറക്ക്. അതിനകത്ത് ഭയങ്കര ചൂടാ. ഇല്ല ബാനുമ്മ, AC ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖം ഇതിനകത്തിരിക്കാൻ. ഞങ്ങള് അച്ഛനും മക്കളും കുറച്ച് സമയം ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കട്ടെ. വിനയ അത് വേണ്ട. എന്ത് വേണ്ടെന്ന്? ഇവരെന്റെ മക്കളല്ലേ, ഇവരെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. എടാ ദ്രോഹി, നീ ഇതിനായിരുന്നോടാ ഇവിടെ വന്നത്? ഈ ഭാനുമ്മ ജീവിച്ചിരിക്കുമ്പോ നീ ഇവരെ കൊണ്ടുപോകില്ലടാ. ഡോറ് തുറക്കടാ, ഡോറ് തുറക്കാൻ. അതൊന്നും അങ്ങനെ തുറക്കാൻ പറ്റില്ല എന്റെ ഭാനുമ്മേ. നിങ്ങളൊന്ന് അടങ്ങ്. കുഞ്ഞുങ്ങളെ അവരുടെ അച്ഛനല്ലേ കൊണ്ടുപോകുന്നത്, വേറെ ആരും അല്ലല്ലോ. നീയാണോടാ ഒരച്ഛൻ? നീ എന്നെങ്കിലും സ്വന്തം മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ അവൻ അച്ഛനാകാൻ വന്നിരിക്കുന്നു. ദേ മര്യാദയ്ക്ക് കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടോ, ഇല്ലെങ്കിലേ നിന്റെ വണ്ടി ഞാൻ തല്ലി പൊളിക്കും. എന്നാ പിന്നെ ബാനുമ്മ ആ വഴി നോക്കും. ഓക്കെ, ഞാൻ പോവാ. വിനയ ചതിക്കല്ലടാ. കുഞ്ഞുങ്ങളെ എന്നെ ഏൽപ്പിച്ചിട്ടാ മാഷ് പോയത്. മാഷ് തിരിച്ചു വരുമ്പോ എനിക്ക് ഈ കുഞ്ഞുങ്ങളെ അവരെ ഏൽപ്പിക്കണം. അത് എന്റെ ഉത്തരവാദിത്വ. ഒരച്ഛന്റെ ഉത്തരവാദിത്വത്തെക്കാൾ വലുതല്ലോ ബാനുമ്മയുടെ ഉത്തരവാദിത്വം. വിനയന്റെ മക്കളെ വിനയൻ അങ്ങ് കൊണ്ടുപോയെന്ന് പറഞ്ഞാ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം കേട്ടാ. തുറക്കടാ, തുറക്കാൻ. വിനയ, നീയേ ഈ ഭാനുമ്മയുടെ ദേഹത്തൂടി വണ്ടി കയറ്റി ഇറക്കിയല്ലാതെ നീ അവരെ കൊണ്ടുപോവില്ല. നിനക്കേ ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കാണിക്കടാ, കാണിക്കടാ, കൊണ്ടുപോടാ. എടാ കൊണ്ടുപോവാൻ. എന്നാ എനിക്കൊന്ന് കാണണം. ആഹാ, നീ ഇന്ന് വണ്ടിയും കൊണ്ടുപോകുന്നു. എന്റെ ദേഹത്തൂടെ കയറ്റിയല്ലാതെ നീ കൊണ്ടുപോയില്ലടാ. ഞാൻ ഇറക്കിക്കൊണ്ട് വേണം കൊണ്ടുപോകാനായിട്ട്. നീ ഒന്ന് കൊണ്ടുപോ. ആഹാ, നീ കൊണ്ടുപോവില്ല. അവനിപ്പോ പിള്ളേരെ കൊണ്ട് പോകാൻ വന്നിരിക്കുന്നു. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇറക്കണ വണ്ടി. ഇറക്കുന്നില്ലേ? രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. കുറച്ച് ചൂടുവെള്ളമെങ്കിലും കുടിച്ചില്ലെങ്കിൽ കുഴഞ്ഞു വീഴും. സുശീൽ എങ്ങോട്ടോ പോകുന്നത് കണ്ടു. സോനമോൾ അകത്ത് കാണും. അവളും എൻ്റെ കാര്യം മറന്നതായിരിക്കുമോ? മോളെ, സോനമോളെ, സോനമോളെ.
കുടിക്കാതെ രക്ഷയില്ലല്ലോ. പോയി ചോദിക്കാം. സോനമോളെ, സോനമോള് കുളിക്കുകയാണെന്ന് തോന്നുന്നു. എത്രയായി? 90. ദാ.